മൈസെൽ സൗമ്യ ജിതിൻ സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോർമലി വീടിൻ്റെ ഇൻ്റർവ്യൂ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറ്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഫ്ലാറ്റിൻ്റെ ഇൻ്റർവ്യൂ വിശേഷങ്ങളാണ് പറയുന്നത്. ഇത് നമ്മൾ തൃശ്ശൂർ പൂങ്കുന്നത്ത് അസറ്റ് ഫ്ലാറ്റ് നമ്പർ 12C 4BHK ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ മിസ്റ്റർ വെങ്കിടാചൽ ഗോപനാഥ് സാറിൻ്റെയും ആതിര മാമിൻ്റെയും ഫ്ലാറ്റിൻ്റെ ഇൻ്റർവ്യൂ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോയർ ഏരിയയിലേക്കാണ് വരുന്നത്. ഫോയർ ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോൾ ടേബിളും അതേപോലെ തന്നെ DB ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വുഡൻ ബീഡിങ് വിത്ത് മിറർ പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെറ്റീരിയൽ യൂസേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ, ഇത് ലൂവർ ഫിനിഷ് LV ഫിനിഷ് ലാമിനേറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൺസോൾ ടേബിളിൻ്റെ കോർണേഴ്സ് ഒക്കെ നമ്മൾ റൗണ്ട് കോർണേഴ്സ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ ഹാൻഡിൽസ്, ഗോൾഡൻ കളർ ഹാൻഡിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ DB ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിലുള്ള മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോയർ ഏരിയയിൽ നിന്ന് നമുക്കിനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫോർമൽ ലിവിങ്ങിലേക്കാണ്. ഇവിടെ നമ്മൾ ലിവിങ് കം ഡൈനിങ് അതേപോലെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ടോട്ടലി വോൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വെയിൻസ്കോട്ടാണ്. വെയിൻസ്കോട്ട് വിത്ത് വോൾ ഡെക്കോസ് ആണ് വോൾ ഹൈലൈറ്റിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ TV യൂണിറ്റ് ഏരിയയിലേക്കാണ്. TV യൂണിറ്റ് ഏരിയയിൽ നമ്മൾ വോൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ബാക്കിലത്തെ വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് PVCയുടെ ഡിസൈൻ പാനൽസ് ആണ്. അതിന് മുകളിൽ ഒരു ബീഡിങ് വർക്ക് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഡ്ജ് വർക്കിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലെഡ്ജ് വർക്ക് വിത്ത് ഒരു ഗോൾഡൻ്റെ ബീഡിങ്, പ്രൊഫൈൽ ബീഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഫൈൽ ഗോൾഡൻ ബീഡിങ് ഇവിടുത്തെ എൻറ്റയർ ഇൻറ്റീരിയർ പാറ്റേണിലേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൻ്റെ ഡിസൈൻ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ ജിപ്സം സീലിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ്, അതിനോടൊപ്പം തന്നെ മിറർ അക്രിലിക്കാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ് വരുന്നത്. നമ്മുടെ തൃശ്ശൂരിൻ്റെ ഓൾമോസ്റ്റ് ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല കാറ്റും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഫീലാവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുക. ലിവിങ്ങിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ ഇതേപോലെ തന്നെ നമ്മൾ വോൾ ഹൈലൈറ്റിങ്, വെയിൻസ്കോട്ട് വിത്ത് വോൾ ഡെക്കോസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകുന്നത് കോമൺ വാഷിലേക്കാണ്. കോമൺ വാഷ് നമ്മൾ നോർമലി പാറ്റേണിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നാനോ വൈറ്റ് ആണ് കോമൺ വാഷിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ രീതിയിലാണ്, ഗോൾഡൻ കളേഴ്സിൽ തന്നെയാണ് ഹാൻഡിൽസ്. പിന്നെ ബോട്ടം ക്യാബിനറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് WPC ആണ് ബേസ് മെറ്റീരിയൽ. ലൂവർ ഫിനിഷിലാണ് ലാമിനേറ്റ്സ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ കോമൺ വാഷ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെഗ് പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 സീറ്ററാണ്. പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു മാർബിൾ ഫിനിഷിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ്. ഏതൊരു വീടായിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അവിടുത്തെ കിച്ചൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഇവിടെ ആർച്ച് പാനലിംഗ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ഒരു കേർവ് ഡിസൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബോട്ടം ക്യാബിനറ്റ്, അതേപോലെ തന്നെ ഓവർ ഹെഡ് ലോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ കൗണ്ടർ ടോപ്സ് കോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആയാലും അതേപോലെ തന്നെ വോൾ ടൈലിങ്ങിലേക്ക് വന്നാലും രണ്ടും ഒരേ പാറ്റേണിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ആക്സസറീസും നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. കട്ട്ലറി, പ്ലെയിൻ ബാസ്ക്കറ്റ്, പ്ലേറ്റ്, ഓയിൽ പുൾ ഔട്ട്, വിക്കർ ബാസ്ക്കറ്റ്, അതേപോലെ ഡിഷ് വാഷേഴ്സ്, എല്ലാ ഏരിയാസും നമ്മളിവിടെ എല്ലാ ആക്സസറീസും ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഗ്ലാസ്സിൽ പ്ലെയിൻ ഗ്ലാസ്സിന് പകരം ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് പാറ്റേണിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചൻ്റെ മെറ്റീരിയൽ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം ക്യാബിനറ്റിന് നമ്മൾ WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ പാറ്റേണിൽ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ അക്രലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് ഡോം ലൈറ്റ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. വാനിറ്റീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വാനിറ്റീസിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ക്യാബിനറ്റ്, ബോട്ടം ക്യാബിനറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് മുകളിൽ ഈ ഒരു യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക വിത്ത് സ്റ്റോറേജ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് നമുക്ക് വ്യൂ കാണാൻ പറ്റുക. അപ്പോൾ അതിലൊരു കർവ് ടൈപ്പ് ഒരു മിറർ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കബോർഡും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് നമ്മൾ ബാൽക്കണിയിലേക്കാണ് എൻട്രി പോകുന്നത്. പിന്നെ വരുമ്പോൾ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ബെഡ് കോട്ടിൽ നമ്മൾ ഹെഡ് പാനലിങ് പോകുന്നത് കുഷ്യൻ വർക്കിലേക്കാണ്. അതിൻ്റെ ബാക്ക് പാനലിലേക്ക് വരുമ്പോൾ നമ്മൾ 2 ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൂവർ വിത്ത് വാൾപേപ്പർ ഡിസൈനിലേക്കാണ് ബാക്ക് പാനൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സീലിംഗ് പാറ്റേണും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ട് ഈ ഒരു ഏരിയ ടോട്ടലി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ പാറ്റേണും അതേപോലെ തന്നെ ബാക്കിലത്തെ പാനലിങ്ങും നമ്മളുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കൊടുക്കുന്നത്. കളർ പാറ്റേണും നമ്മൾ 2 ഡിഫറെൻറ്റ് കളർ പാറ്റേണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു വാർഡ്രോബ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ ഫിനിഷിലേക്ക് അക്കർലിക്ക് ഫിനിഷ്, ഗ്ലാസ് അക്കർലിക്ക് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മളിവിടെ ഷട്ടേഴ്സ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ടും ഈ വാർഡ്രോബിൻ്റെ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പൂജാമുറിയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള CNC കട്ടിങ്ങിൽ വന്ന ഒരു പൂജാമുറിയുടെ ഷട്ടേഴ്സ് ഒരു CNC പാറ്റേണിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡിയുടെ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി കം ബുക്ക് ഷെൽഫായിട്ട് നമ്മൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മളുടെ ഗേൾ ബെഡ്റൂമിലേക്കാണ്. ഗേൾ ബെഡ്റൂം നോർമൽ ബെഡ്റൂമുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ബെഡ് കോട്ടിൻ്റെ ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത് ഒരു കർവിങ് ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള ഫാബ്രിക് ഫിനിഷിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പെയിൻറ്റ് ഫിനിഷാണ് ബാക്ക് പാനലിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വാർഡ്രോബിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു കർവ് ഡിസൈന് മാച്ചിങ് ആയിട്ട് ടൈപ്പിൽ ഡിഫറെൻറ്റ് 3 കളർ പാലറ്റിലാണ് നമ്മളിവിടുത്തെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ഒരു മിറർ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലാമിനേറ്റ് ഫിനിഷിലാണ്. ഹാൻഡിൽസൊക്കെ വുഡൺ ഹാൻഡിൽ വിത്ത് ഗോൾഡൻ ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ചെറുതായിട്ടുള്ളൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റഡി ഏരിയ ആണിത്. പിന്നെ സീലിംഗ് പാറ്റേണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്ലെയിൻ സീലിംഗ് വിത്ത് റൗണ്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഗേൾ ബെഡ്റൂം നോർമൽ നമ്മൾ കാണുന്ന വാർഡ്രോബ് ഫിനിഷിൻ്റെ ഷട്ടേഴ്സ് ഫിനിഷിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ, ഡിഫറെൻറ്റ് മിക്സഡ് കളർ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്.
ബോയ് ബെഡ്റൂമാണ്. ബോയ് ബെഡ്റൂമിൻ്റെ പാറ്റേണിലേക്ക് വരുമ്പോൾ ഒരു യെല്ലോ കളർ വിത്ത് വൈറ്റ് പിന്നെ ഒരു വുഡിൻ്റെ മിക്സിങ് കൂടെ ഉള്ള ഗ്രേ കളറും കൂടി കോമ്പിനേഷനുള്ള ഇങ്ങനെ 2-3 കളർ പാലറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ബെഡ് കോട്ടിൽ ഹെഡ് റെസ്റ്റും ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ളൊരു വർക്കാണ്, നമ്മൾ കുഷ്യൻ വർക്കാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സീലിംഗ് ഡിസൈൻ എന്ന് വിട്ടിട്ട് നമ്മൾ വോളിലാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാർഡ്രോബിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാർഡ്രോബ് ഒരു ഗ്ലോസി വിത്ത് വുഡൺ ഫിനിഷാണ് വാർഡ്രോബ് പാറ്റേൺ. പിന്നെ ലൂവറിൻ്റെ ഒരു പാറ്റേൺ നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഹാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏരിയയിലും നമ്മളൊരു ഗോൾഡിൻ്റെ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഗോൾഡിൻ്റെ ഹാൻഡിൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് ഡോർക്കിൽ വരുന്ന ഒരു പാറ്റേണിൽ കർവ് ഡിസൈൻസ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഇതിനുള്ള സ്റ്റോറേജിനുള്ള ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ സ്റ്റഡിക്ക് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലെങ്തി മിററായിട്ട് നമുക്ക് മിററിൽ ബാക്കിൽ സ്റ്റോറേജ് കൊടുക്കുന്ന ടൈപ്പിലാണ് മിറർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് മിററിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു മിററും കിട്ടും. അതിനോടൊപ്പം തന്നെ ബാക്കിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ഒപ്പം തന്നെ മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ കേർട്ടൻസ്, ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളിലും കേർട്ടൻ നമ്മളൊരു റോമൻ ബ്ലൈൻഡ്സ് കേർട്ടൻസ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ്, ഓരോ റൂമിനും ഇണങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ കേർട്ടൻസ് പാറ്റേൺ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ് കോട്ട്, അതേപോലെ തന്നെ വാർഡ്രോബ്, ഡ്രസ്സിങ്ങിൻ്റെ യൂണിറ്റ്, പിന്നെ സ്റ്റഡി, അതിനോടൊപ്പം തന്നെ വരുന്നതാണ് നമുക്കിവിടെ ചെറിയൊരു യൂണിറ്റ്, അതായത് ബുക്ക് സ്റ്റോറേജ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഒരു ഏരിയ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മോൻ പ്രത്യേകം പറഞ്ഞിട്ട്, അതായത് ആൾക്ക് നമുക്ക് വണ്ടികളോടും ഒക്കെ ഉള്ളൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറും മാമും ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡിസ്പ്ലേ പോലെ നമ്മളിവിടെ ഡിസൈൻ പാറ്റേണും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോയ് ബെഡ്റൂമിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് അറിയാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽസ്, ഫസ്റ്റ് നമുക്ക് പ്ലൈവുഡ് ആണ്. ബേസ് മെറ്റീരിയലിൽ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. മറൈൻ ഗ്രേഡ് 710 ഗ്രേഡിലുള്ള പ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ WPC, വെറ്റ് ഏരിയാസിലൊക്കെ നമ്മൾ WPC ആണ്. അതിനോടൊപ്പം തന്നെ കിച്ചൻ്റെ ബോട്ടം ക്യാബിനറ്റിലും നമ്മൾ WPC ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ പാലറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാമിനേറ്റ് ഫിനിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് പല കളേഴ്സ്, അതായത് മാറ്റ് കളേഴ്സിനെക്കാളിലും അതേപോലെ തന്നെ ഫിനിഷസും വ്യത്യാസമായിട്ട് ലാമിനേറ്റ് ഫിനിഷിൽ തന്നെ ലൂവർ ഫിനിഷസ്, അതേപോലെ ഹൈ ഗ്ലോസി ഫിനിഷ്, മാറ്റ് ഫിനിഷ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അക്കർലിക്കിൻ്റെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കിച്ചൺ ഇവിടെ കംപ്ലീറ്റ്ലി അക്കർലിക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഗ്ലാസ് അക്കർലിക്ക് സീലിങ്ങിലേക്കും അതേപോലെ വാർഡ്രോബിൻ്റെ ഡിസൈൻ പാറ്റേണിലേക്കും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടിഫിക്കേഷൻ മെറ്റീരിയൽസ് വരികയാണെന്നുണ്ടെങ്കിലും PVCയുടെ പാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ ഒരു ഗോൾഡനും അതേപോലെ തന്നെ മെറ്റാലിക് ഫിനിഷസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ഇൻറ്റീരിയർ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.